ചന്ദ്രഭവനാധിപതിക്ക് 6ാം ഭാവാധിപത്യമുള്ള 2 രാശികളാണ്, ഒന്ന് ഇടവവും ഒന്ന് വൃശ്ചികവും. ഇപ്പൊ ജയിലിലൊക്കെ എന്തെങ്കിലും എക്സാം എഴുതിയിട്ടുണ്ടെങ്കിൽ അത് അത്തരത്തിലുള്ള ജോലികൾ കിട്ടാൻ സാധ്യതയുള്ള സമയമാണ് എന്ന് പറയാൻ പറ്റും. അമ്മയുടെ ആരോഗ്യം, സ്വന്തം ആരോഗ്യം, ഫൈനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ, എടുത്തു ചാടിയൊരു തീരുമാനങ്ങൾ, ധനപരമായ തീരുമാനങ്ങൾ എടുക്കരുത്. ഇങ്ങനെയുള്ള വിഷയങ്ങളാണ് ഈ വർഷം നമ്മൾ ശ്രദ്ധിച്ചു പോകേണ്ടതെന്ന് പറയാം. അതുപോലെ സിബ്ലിങ്സിന് ഒരുപാട് അഭിവൃദ്ധി ഉണ്ടാവുന്ന, സന്താനങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാവുന്ന ഒരു കാലഘട്ടമായിട്ട് പറയാൻ പറ്റും. 7ാം ഭാവത്തിൽ എല്ലാം നമുക്ക് നേടിയെടുക്കാൻ കഴിയും എന്നുള്ളൊരു കാലഘട്ടമാണ്. കുടുംബത്തിൽ ഒരുപാട് അഭിവൃദ്ധി ഉണ്ടാവും, ധനപരമായ അഭിവൃദ്ധി ഉണ്ടാവും. സന്താനങ്ങളുടെ വിഷയത്തിലായാലും ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. പക്ഷെ നമുക്ക് ഒരുപാട് ഓവർലോഡ് ആയിട്ടുള്ള വർക്ക് വരാം, അല്ലെങ്കിൽ ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുക്കേണ്ടി വരാം. അതുണ്ടാവുമായിരിക്കും. പക്ഷെ അല്ലാതെ അവർക്ക് വേറെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന സമയം അവർക്ക് ജോലിക്ക് വേറെ തട്ടുകേടൊന്നും ഉണ്ടാവത്തില്ല. അടുത്ത വൃശ്ചികം ജന്മരാശിയിലെ 2-ാം നക്ഷത്രം, വിശാഖത്തിന്റെ കാൽഭാഗം, അനിഴം തൃക്കേട്ട നക്ഷത്രം അടങ്ങിയതാണ് 2-ാം നക്ഷത്രം. ഈ ഒരു വൃശ്ചികം ജന്മരാശിക്കൂറ് അവർക്ക് ഇപ്പോൾ, അതായത് ജൂൺ മാസം വരെയുള്ള സമയം വളരെ ദോഷകരമായ ഒരു കാലഘട്ടമാണ്. മാനസിക സമ്മർദ്ദങ്ങൾ അധികമാണ്. അതുപോലെ തന്നെ ഒരുപാട് സ്ട്രെസ് അനുഭവിക്കുന്ന, ഒരുപാട് ലോക്കായി പോകുന്ന സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന, മാനസിക സമ്മർദ്ദങ്ങൾ അനുഭവിക്കുന്ന ഒരു കാലഘട്ടമാണ്. പൊതുവേ തന്നെ ചന്ദ്രൻ വീക്കായിട്ടുള്ള ആൾക്കാരാണ്. അവർക്ക് മാനസിക സമ്മർദ്ദം ഒട്ടും താങ്ങാൻ പറ്റുന്ന ആൾക്കാരല്ല. വെളിയിൽ ഭയങ്കര സ്ട്രോങ് ആയിട്ടൊക്കെ നിൽക്കുന്ന ആൾക്കാർ, ചൊവ്വയുടെ രാശിയിൽ നിൽക്കുന്ന ആൾക്കാരാണെങ്കിലും അവർക്ക് അത്രത്തോളം സ്ട്രെസ് ഒന്നും താങ്ങാൻ പറ്റുന്ന ആൾക്കാരല്ല. അപ്പോൾ അവർക്ക് പ്രത്യേകിച്ച് ഈ സന്താനങ്ങളുടെ വിഷയത്തിലൊക്കെ അവർക്ക് ചെറിയ പ്രശ്നങ്ങളുണ്ടെങ്കിൽ പോലും അത് താങ്ങാൻ പറ്റില്ല. അങ്ങനെ ഒരു പ്രശ്നം അവർക്കുണ്ട്. അതിന് കാരണങ്ങൾ പലതാണ്. ഇവർക്ക് ഈ പറയുന്ന വൃശ്ചികം രാശിക്കാർക്ക് പലർക്കും ഈ ഇന്നർ ചൈൽഡ് പ്രോബ്ലംസ്, ചൈൽഡ്ഹുഡ് ട്രോമ എന്നൊക്കെ പറയില്ലേ, അതൊക്കെ മെജോറിറ്റി ആൾക്കാർക്ക് ഞാൻ കണ്ടിട്ടുണ്ട് ഈ വൃശ്ചികം രാശിക്കാർക്ക്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പല പ്രശ്നങ്ങളുള്ളത് കൊണ്ട് അടിസ്ഥാനപരമായി ഇവർക്ക് മനസ്സിനൊരു ബലക്കുറവുള്ളത് കൊണ്ട് തന്നെ ഈ 5ാം ഭാവത്തിനോ കാരകനായ 5ാം ഭാവാധിപതിക്കോ ഒക്കെ അനിഷ്ടഭാവസ്ഥിതി ഉണ്ടായിരിക്കുന്ന കാലഘട്ടങ്ങൾ അവർ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തന്നെ ആ കാലഘട്ടങ്ങളെ തരണം ചെയ്തു പോകുന്നത്. ഈ വൃശ്ചികത്തിൽ വരുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയായിരുന്നു? വിശാഖത്തിന്റെ കാൽഭാഗം, അനിഴം തൃക്കേട്ട നക്ഷത്രം അടങ്ങിയതാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് അഷ്ടമവ്യാഴാണ്. ജൂൺ മാസം വരെ, ജൂൺ 2 വരെയുള്ള സമയം അഷ്ടമവ്യാഴാണ്. 5ാം ഭാവത്തിൽ ശനിയാണ് സഞ്ചരിക്കുന്നത്. 5ാം ഭാവം മനസ്സിന്റെ ഭാവമാണ്. കാരകനായ ഗ്രഹം നീചനാണ്. മൊത്തത്തിൽ പ്രശ്നമാണ്. പക്ഷേ ജൂൺ മാസം മുതലുള്ള കാലഘട്ടം ഈ വിധ പ്രശ്നങ്ങൾക്ക് വളരെ വലിയൊരു റിലീഫ് കൊടുക്കുന്ന ഒരു കാലഘട്ടമാണ്. കാരണം 9ാമത്തെ രാശിയിൽ വ്യാഴം വരും. 9ാം ഭാവത്തിൽ വ്യാഴം 2, 5, 9 ഭാവങ്ങൾ തമ്മിൽ. 2ാം ഭാവം കുടുംബഭാവമാണ്, 5ാം ഭാവം മനസ്സിന്റെ ഭാവമാണ്, സന്താന ഭാവമാണ്, ക്രിയേറ്റിവിറ്റിയുടെ ഭാവമാണ്. അത് 9ാമത്തെ രാശിയിൽ 2 ത്രികോണാഭാവങ്ങൾ തമ്മിൽ കണക്ട് ചെയ്ത് നിൽക്കുന്ന ഒരു കാലഘട്ടമാണ്. അതുപോലെ തന്നെ ആ രാശിയെ തന്നെ, വൃശ്ചികം രാശിയെ തന്നെ വ്യാഴം പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ ഇപ്പൊ നിൽക്കുന്ന സമയത്തിനെ ഒരുപാട് മാറ്റം, വളരെ വലിയൊരു മാറ്റം ആ ഒരു കാലഘട്ടത്തിൽ അവർക്ക് കൊടുക്കും എന്നുള്ള ഈ പറയുന്ന സ്ട്രെസ് എല്ലാം തന്നെ ആ സമയത്ത് മാറും എന്നുള്ളതാണ്. അപ്പൊ ഇപ്പം നിലവിൽ സന്താന ദുരിതങ്ങളൊക്കെ അനുഭവിക്കുന്ന ആൾക്കാരാണെങ്കിൽ സന്താനങ്ങൾക്ക് ഉയർച്ച ഉണ്ടാവുന്ന സമയം തന്നെയാണ് ആ കാലഘട്ടം എന്ന് പറയാൻ പറ്റും. വിദ്യാഭ്യാസപരമായ പലവിധ ബ്ലോക്കുകൾ അനുഭവിക്കുന്നവരോ അല്ലെങ്കിൽ പരീക്ഷ എഴുതിയിട്ട് കിട്ടുന്നില്ല എന്നുള്ള ആത്മവിശ്വാസം തകർന്നു നിൽക്കുന്ന ആൾക്കാരുണ്ടാവില്ലേ, അവർക്കൊക്കെ വളരെ നല്ലതാണ്. ജൂൺ മാസം മുതലുള്ള കാലഘട്ടം അവർക്ക് വളരെ അനുകൂലം തന്നെയായിട്ട് തന്നെ പറയണം. അപ്പൊ ഇതുവരെ ഉണ്ടായിരുന്ന സ്ട്രെസ്, സന്താന ദുരിതങ്ങൾ, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ചിരുന്ന ആൾക്കാർക്ക് സന്താനങ്ങളെ കൊണ്ട് ഒരുപാട് അഭിവൃദ്ധി ഉണ്ടാവുന്ന സമയമായിട്ട് പറയാൻ പറ്റും. അതുപോലെ വിദ്യാഭ്യാസപരമായ ഒരുപാട് ബ്ലോക്കുകൾ അനുഭവിച്ചിരുന്നവർക്ക്, ഒരുപാട് തടസ്സങ്ങൾ അനുഭവിച്ചിരുന്ന ആൾക്കാർക്കും ഒക്കെ തന്നെ അതെല്ലാം ഒന്നേന്ന് റീസ്റ്റാർട്ട് ചെയ്ത് കൊണ്ടുപോകാനും സക്സസ് ആയിട്ട് കൊണ്ടുപോകാനും പറ്റും. അതുപോലെ ഒരുപാട് കോൺഫിഡൻസ് തകർന്നിരുന്ന ആൾക്കാർ, കോൺഫിഡൻസ് ഇഷ്യൂസ് ഉള്ള ആൾക്കാർ, അപ്പോൾ അതുപോലെ ആൻസൈറ്റി, ഡിപ്രഷൻ അങ്ങനെയുള്ള വിഷയങ്ങളും ഉണ്ടായ ബുദ്ധിമുട്ടുകളുള്ള ആൾക്കാർക്കൊക്കെ തന്നെ ജൂൺ മാസത്തിന് ശേഷം മാറ്റം ഉണ്ടാവും. ആ കാലഘട്ടത്തിൽ കുടുംബത്തിൽ ഒരുപാട് അഭിവൃദ്ധി ഉണ്ടാവും, ധനപരമായ അഭിവൃദ്ധി ഉണ്ടാവും. കാര്യം 2ാം ഭാവാധിപതിയാണ് 9ാം ഭാവത്തിൽ ഉച്ചനായി സഞ്ചരിക്കുന്നത്. ധനപരമായി അഭിവൃദ്ധി ഉണ്ടാവും. അച്ഛന് അഭിവൃദ്ധി ഉണ്ടാവുന്ന സമയം തന്നെയാണ്. പിതൃഭാവമായ 9ാമത്തെ രാശിയിൽ 5ാം ഭാവാധിപതി ഉച്ചനായി നിൽക്കുന്നത് കൊണ്ട് അച്ഛന് അനുകൂലമായ സമയം. അത് തുലാം രാശിക്കാർക്കും അച്ഛന് വളരെ അനുകൂലമായിട്ടുള്ള കാലഘട്ടമാണെന്ന് പറയാൻ പറ്റും. വൃശ്ചികം രാശിക്കാർക്കും അച്ഛന് അനുകൂലം തന്നെയാണ്. അതുപോലെ പഠന കാര്യത്തിലും ഒക്കെ അനുകൂലമായിട്ടുള്ള ഒരു കാലഘട്ടമാണ് വൃശ്ചികം രാശിക്കാർക്ക് പോകുന്നത്.
അടുത്ത് പറയാൻ പറ്റുന്ന ധനുരാശിയിലെ 2 നക്ഷത്രം. ധനുരാശിയിലെ 2 നക്ഷത്രം മൂലം, പൂരാടം, ഉത്രാടത്തിന്റെ കാൽഭാഗം അടങ്ങിയതാണ്. അപ്പം ഈ ധനുരാശിക്കാർക്ക് ഇപ്പൊ അറ്റ് പ്രസന്റ് കുഴപ്പമൊന്നുമില്ല. എന്നാൽ ജൂൺ മാസം മുതലുള്ള ഒരു വർഷക്കാലഘട്ടം, പോകുന്ന കാലഘട്ടം ദോഷമാണ്. കാരണം ചന്ദ്രഭവനാധിപതിയായ ഗ്രഹം അഷ്ടമരാശിയിൽ സഞ്ചരിക്കും, 4ാം ഭാവത്തിൽ ശനി സഞ്ചരിക്കുകയും ചെയ്യുന്ന ഒരു സമയമാണ്. ഈ ഒരു കാലഘട്ടത്തിൽ ഒരുപാട് ഇപ്പൊ വൃശ്ചികം രാശിക്കാർ കഴിഞ്ഞ കാലഘട്ടത്തിൽ അനുഭവിച്ചു പോയൊരു സ്ട്രെസ് ഉണ്ടല്ലോ, അതിന്റെ വേറൊരു വെർഷനിലെ ഒരു സ്ട്രെസ് അനുഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത്രയും തീക്ഷ്ണം അല്ലെന്നേ ഉള്ളൂ. കാരണം എന്ന് വെച്ചാൽ ഇപ്പം ധനുരാശിയെ സംബന്ധിച്ചിടത്തോളം അഷ്ടമത്തിലാണ് വ്യാഴമെങ്കിലും ആ വ്യാഴം ഉച്ചനായിട്ടാണ് സഞ്ചരിക്കുന്നത്. വൃശ്ചികത്തിന് അങ്ങനെ അല്ലായിരുന്നല്ലോ, വൃശ്ചികം രാശിക്കാർക്ക് അങ്ങനെയല്ലായിരുന്നു. ചന്ദ്രഭവനാധിപതി തന്നെ ഉച്ചനായി അഷ്ടമരാശിയിൽ സഞ്ചരിക്കുന്നു, 4ാം ഭാവാധിപതി ഉച്ചനായി വരുന്നു, ശനിയെ വീക്ഷണമുണ്ട്. അപ്പൊ വൃശ്ചികൻ രാശിയുടെ അത്രയും തീഷ്ണത, വൃശ്ചികൻ രാശിക്കാർക്ക് അഷ്ടമ വ്യാഴം ഉണ്ടായിരുന്ന അത്രയും തീഷ്ണതയൊന്നും ധനുരാശിക്കാർക്ക് ഉണ്ടാവില്ല. എന്നാൽ പോലും സ്ട്രെസ് ആണ് ആ ടൈം. എന്നാൽ റിസർച്ച് ചെയ്യുന്ന ആൾക്കാരോ അങ്ങനെ ഇൻഡെപ്ത് ആയിട്ടുള്ള കാര്യങ്ങളുമായിട്ട് കണക്ട് ചെയ്യുന്ന ആൾക്കാര്, ഇപ്പോ കിണർ ഒഴിക്കുന്ന ആൾക്കാര്, റിസർച്ച് ചെയ്യുന്ന ആൾക്കാര്, അങ്ങനെയൊക്കെയുള്ള ഏരിയ ആയിട്ട് കണക്ട് ചെയ്യുന്ന ആൾക്കാർ, അതുപോലെ ഇപ്പം ഒരു ഇപ്പൊ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാര്, അങ്ങനെയൊക്കെ വരില്ലേ. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ അവരുടെ ജോലിയുടെ ഭാഗമായിട്ടുള്ള കണക്ഷനാണത്. ഒരുപാട് റെസ്ട്രിക്ഷൻ ഉള്ള ഏരിയയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് അത് പ്രശ്നം ഉണ്ടാവില്ല. അതേസമയം റെസ്ട്രിക്ഷൻസ് ഉള്ള ഏരിയ എന്ന് പറയുമ്പോഴത്തേക്ക് എയർപോർട്ടില് വർക്ക് ചെയ്യുന്ന ആൾക്കാര്, ജയിലിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാര്, അവർക്കൊന്നും പ്രശ്നമില്ല. അങ്ങനെയുള്ള അത്തരത്തിലുള്ള ഏരിയ ജോലി കിട്ടാനും സാധ്യതയുണ്ട് ഈ സമയത്ത്. ഇപ്പൊ ജയിലിലൊക്കെ എന്തെങ്കിലും എക്സാം എഴുതിയിട്ടുണ്ടെങ്കിൽ അത് അത്തരത്തിലുള്ള ജോലി കിട്ടാൻ സാധ്യതയുള്ള സമയമാണ് എന്ന് പറയാൻ പറ്റും. അതുപോലെ എന്നാല് കുടുംബത്തിൽ അച്ഛൻ്റെ അമ്മയുടെ ആരോഗ്യപരമായ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് അമ്മയുടെ ആരോഗ്യപരമായ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് ഈ സമയത്ത്. കാരണം 4ാമത്തെ രാശിയാധിപതിയാണ് അഷ്ടമരാശിയിൽ സഞ്ചരിക്കുന്നത്. അവനവന്റെ ആരോഗ്യം ശ്രദ്ധിക്കേണ്ടതാണ്, അമ്മയുടെ ആരോഗ്യവും ശ്രദ്ധിക്കണം. 4ാം ഭാവത്തിൽ ശനിയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് 4ാം ഭാവം മാതൃഭാവമാണ്. അമ്മയുടെ ആരോഗ്യപരമായ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ അസറ്റുകൾ വാങ്ങുന്നവരായാലും നിലവിലെ അസറ്റുകളായാലും ഒക്കെ തന്നെ അതിനെ ചുറ്റിപ്പറ്റിയുള്ള എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരാതെയും ശ്രദ്ധിക്കേണ്ടതാണെന്ന് പറയാൻ പറ്റും. ഇപ്പൊ പുതിയ ഒരു പ്രോപ്പർട്ടി വാങ്ങുകയാണെങ്കിൽ തിരക്ക് പിടിച്ച് നമ്മൾ വാങ്ങരുത്. അതിന്റെ എല്ലാവിധ ഡോക്യുമെന്റ്സും കൃത്യമായിട്ട് വെരിഫൈ ചെയ്തതിന് ശേഷം ഒരു അഡ്വക്കേറ്റിനെ കൊണ്ട് വെരിഫൈ ചെയ്തതിന് ശേഷമേ വാങ്ങാൻ പാടുള്ളൂ എന്നുള്ളതാണ്. കാര്യം ധനനഷ്ടമുള്ള സമയമാണ്. 12ാം ഭാവത്തിലോട്ട് വ്യാഴവീക്ഷണമുണ്ട്, ധനനഷ്ടമുള്ള സമയമാണ്. അതൊക്കെ മനസ്സിലാക്കി വേണം ചെയ്യാൻ. അതുപോലെ ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിടേണ്ടതാണ്. ചിലപ്പോൾ അഷ്ടമ വ്യാഴം എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഒരു സ്ഥലത്ത് ബന്ധിക്കപ്പെട്ട പോലെ എന്ന് പറയുമ്പോഴത്തേക്കും ഹോസ്പിറ്റൽ അഡ്മിഷൻ വരെയുള്ള സാധ്യത അവിടെ ഉണ്ടെന്ന് പറയും. അപ്പൊ സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഹെൽത്ത് ഇൻഷുറൻസ് ഒക്കെ എടുക്കേണ്ടതാണെന്ന് പറയാം, അല്ലെങ്കിൽ അതൊക്കെ റിന്യൂ ചെയ്ത് വെക്കേണ്ടതാണെന്ന് പറയാൻ പറ്റും. അത് അപ്പൊ അങ്ങനെ ഒരു സമയമായിട്ട് പറയാം, അനുകൂലമല്ല. അപ്പോൾ അവരും കൂടുതലും ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെ ശ്രദ്ധിക്കേണ്ട, അമ്മയുടെ ആരോഗ്യം, സ്വന്തം ആരോഗ്യം, ഫൈനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ, എടുത്തു ചാടി ഒരു തീരുമാനങ്ങൾ, ധനപരമായ തീരുമാനങ്ങൾ എടുക്കരുത്. ഇങ്ങനെയുള്ള വിഷയങ്ങളാണ് ഈ വർഷം നമ്മൾ ശ്രദ്ധിച്ചു പോകേണ്ടതെന്ന് പറയാം. അതുപോലെ വിദ്യാഭ്യാസപരമായ വിഷയങ്ങളിലും ഒക്കെ ശ്രദ്ധിച്ചു പോകേണ്ട, ലാഘവ ബുദ്ധിയോടെ വിദ്യാഭ്യാസത്തെ നോക്കിക്കാണരുത്. ഏത് വിഷയത്തിലായാലും അതിൻ്റെതായ സീരിയസ്നെസ്സോട് കൂടി തന്നെ പോകേണ്ട ഒരു സമയമായിട്ട് പറയാൻ പറ്റും. ഒരു സെക്കൻഡ് ഒപ്പീനിയൻ, നമുക്ക് അത്രയും ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരോട് എന്തൊരു മെയിൻ ആയിട്ടുള്ള സാമ്പത്തിക ഇടപാടുകളായാലും ഒക്കെ തന്നെ ചെയ്യുന്നതിന് മുമ്പ് അത്രയും നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരോട് ഒന്ന് സംസാരിക്കണം, അല്ലെങ്കിൽ അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്തതിന് ശേഷം മാത്രമേ എക്സിക്യൂട്ട് ചെയ്യാൻ പാടുള്ളൂ എന്ന്. അടുത്ത് മകരം രാശിയിലെ 2.25 നക്ഷത്രക്കാര്. മകരം രാശിയിലെ 2.25 നക്ഷത്രം ഉത്രാടത്തിന്റെ 3/4 ഭാഗം, തിരുവോണം അവിട്ടത്തിന്റെ അരഭാഗവും ചേർന്നതാണ്. അപ്പോൾ ഈ ഒരു രാശിക്കാർക്ക്, ഈ കർക്കിടക ജന്മരാശിക്കുറിനെ പറഞ്ഞ പോലെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന സമയം കുറച്ച് ദോഷമാണ്. എന്നാൽ ജൂൺ മാസം തുടങ്ങിയുള്ള കാലഘട്ടം വളരെ അനുകൂലമാണ്. അത് സ്പൗസിന് അനുകൂലമാണ്. കാരണം 7ാമത്തെ രാശിയിലാണ്. പൊതുവെ തന്നെ ഈ മകരം രാശിക്കാർ കൂടുതലും സന്താനങ്ങൾ, അവനവന്റെ കുട്ടികള്, അതുപോലെ സ്പൗസ്, ഇവർക്കൊക്കെ ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്ന, അവരുടെ ഒരു വെൽഫെയർ, അവരുടെ ഒരു ഗ്രോത്ത് കൂടെ നോക്കുന്ന, അവർക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഒരു രാശിയായിട്ട് പറയാം മകരം ജന്മരാശി കുറയാണ്. അപ്പോൾ അവർക്കിപ്പം സ്പൗസിന് ഒരുപാട് അഭിവൃദ്ധി ഉണ്ടാകുന്ന
അതുപോലെ സിബ്ലിങ്സിന് ഒരുപാട് അഭിവൃദ്ധി ഉണ്ടാവുന്ന, സന്താനങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാവുന്ന ഒരു കാലഘട്ടമായിട്ട് പറയാൻ പറ്റും. ഏഴാം ഭാവത്തിൽ എല്ലാം നമുക്ക് നേടിയെടുക്കാൻ കഴിയും എന്നുള്ളൊരു കാലഘട്ടമാണ്. എന്നാൽ ഈ മകരം ജന്മരാശിക്കൂറിലെ ഒരുപാട് ആൾക്കാര് ഈ ഫൈനാൻഷ്യൽ ഗ്രോത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഷോർട്ട് കട്ടുകൾ നോക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും. അവരൊരു ലൂപ്പിനകത്ത് പെട്ട പോലെ ആയിരിക്കും. അതൊന്നും അവരൊട്ടും ഇപ്പോൾ ഇങ്ങനെ ഷോർട്ട് കട്ടിലൂടെ ധനം നേടിയെടുക്കണം എന്നുള്ള ആഗ്രഹത്തിൽ കുറച്ച് ഷോർട്ട് കട്ട് ഒക്കെ നോക്കി കുറെയൊക്കെ ധനം കിട്ടും, പക്ഷെ അതിന്റെ ഇരട്ടിയായിട്ട് തിരിച്ചു പോകും. അപ്പൊ ഇത് വീണ്ടും പഴയതുപോലെ തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആവേശം ഉണ്ടല്ലോ, ഇത് കാണിച്ച ആ ഒരു ലൂപ്പിൽ പെട്ടുപോകാൻ സാധ്യത വളരെ കൂടുതലുള്ള ഒരു രാശിയാണ്. പക്ഷെ ഈ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു വിഷുക്കാലം എന്ന് പറയുമ്പോൾ തിരിച്ചു പിടിക്കാൻ കഴിയുമെന്ന് മാത്രമല്ല, ആ ലൂപ്പിൽ നിന്ന് വെളിയിൽ ഇറങ്ങാൻ പറ്റും. ഒരു നേരായ വഴിക്ക് അങ്ങനെയുള്ള ഷോർട്ട് കട്ടുകൾ ഉപേക്ഷിച്ചിട്ട് പോകുന്നതാണ് ഈ മകരം. എപ്പോഴും മകരം ജന്മരാശിക്കൂറിനെയും മേടം ജന്മരാശിക്കൂറിനെയും നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഈ രണ്ട് രാശിക്കും ധനത്തിന് സ്ഥിരത്വം ഉള്ളതല്ല. കുംഭം ജന്മരാശിക്കൂറുകാരും ധനത്തിന് സ്ഥിരത്വം ഉള്ളതല്ല. അപ്പോ അങ്ങനെയുള്ളവരെ ഇതുപോലുള്ള ഗാംബ്ലിങ്, മണി ബിസിനസ്, ഷോർട്ട് കട്ട് ആയിട്ടുള്ള ഇങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ഒക്കെ റിസ്ക് ഉള്ള ഏരിയ ഒഴിവാക്കുക. റിസ്ക് ഇല്ലാത്തൊക്കെ ചെയ്യാം, റിസ്ക് ഉള്ള ഏരിയ ഒഴിവാക്കുക എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ആ ഒരു ഇതെന്നൊക്കെ വെളിയിൽ വന്ന് നമുക്ക് എല്ലാം നേടിയെടുക്കാനും വളരെ ഫൈനാൻഷ്യലി നമുക്ക് കുറേ സെക്യൂർ ആയിട്ട് വരാനും സാധ്യതയുള്ളൊരു സമയമാണ്. കുട്ടികൾക്കൊക്കെ അഭിവൃദ്ധി ഉണ്ടാവുന്ന സമയം തന്നെയാണ്. പാർട്ട്ണർഷിപ്പ് ബിസിനസ് പൊതുവിൽ അഡ്വൈസ് ചെയ്യാൻ പാടുള്ളതല്ല, പക്ഷെ നിലവിൽ പാർട്ട്ണർഷിപ്പ് എന്തുകൊണ്ടാണ് അഡ്വൈസ് ചെയ്യാൻ പാടുള്ളതല്ല? 12ാമത്തെ രാശിയാധിപതിയാണ് ഈ വ്യാഴം 7 ഭാവത്തിൽ വന്ന് ഉച്ചനായി നിന്നാൽ പോലും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് പൊതുവെ പാർട്ട്ണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പിലൊക്കെ ചെയ്തു പോകാം, അത് കുഴപ്പമൊന്നുമില്ല. പക്ഷെ പാർട്ട്ണർഷിപ്പ് പൊതുവെ അത്ര ഒരു റിസ്ക് ഉള്ളതാണ് എന്ന് പറയാം, വ്യാഴത്തിനെ കൊണ്ട് ചിന്തിക്കുമ്പോൾ തന്നെ. അപ്പോൾ എന്നാൽ ഇപ്പൊ നിലവിൽ പാർട്ണർഷിപ്പ് ഒക്കെ ചെയ്ത് പൊക്കൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഈ ഒരു കാലഘട്ടം നല്ല എന്ന് പറയാൻ പറ്റും. അതുപോലെ പിന്നെ പറയാൻ പറ്റും 3ാമത്തെ രാശിയിലാണ് ശനി ഇരിക്കുന്നത്. അത് സഹോദരങ്ങൾക്ക് ദോഷമാണ്. 3-ലെ അതായത് 3ാം ഭാവജന്യമായ വിഷയങ്ങൾക്ക് ദോഷമാണ്. എന്നാൽ 3ാം ഭാവത്തിലോട്ടുള്ള വ്യാഴ വീക്ഷണ ആ ദോഷ വിഷയങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കും. 3ാം ഭാവാധിപതി ഉച്ചനായ 7ാം ഭാവത്തിൽ സിബ്ലിങ്സിനെ നല്ലതായിട്ട് തന്നെ പറയേണ്ടി വരും എന്നുള്ളതാണ്. അതുപോലെ കൈകളുടെ ആരോഗ്യപരമായ വിഷയങ്ങളിലൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നത്, കാൽപാദങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്ന ആൾക്കാർക്കും അത്തരത്തിലെ ദോഷങ്ങൾ മാറുകയും ചെയ്യും എന്നുള്ള കാര്യമാണ്. ആരോഗ്യപരമായും മെച്ചപ്പെടും. വ്യക്തിപരമായും ധനപരമായും തൊഴിൽപരമായും സാമ്പത്തികമായിട്ടും ഒക്കെയും അഭിവൃദ്ധിപ്പെട്ടു പോകുന്ന ഒരു ടൈമായിട്ട് തന്നെ പറയാൻ പറ്റും. അടുത്ത് കുംഭം ജന്മരാശിയിലെ 2 നക്ഷത്രക്കാർക്ക് കുംഭം രാശിയിലെ ലാസ്റ്റ് ഫേസ് ആണ് ഈ 7 ശനിയുടെ ലാസ്റ്റ് ഫേസ് നടക്കുന്ന ഒരു രാശിയാണ് കുംഭം ജന്മരാശി കൂറാറ്. കുംഭം രാശിയിലെ 2 നക്ഷത്രം അവിട്ടത്തിന്റെ അരഭാഗം, ചതയം, പൂരിട്ടാതി, 3/4 ഭാഗം അടങ്ങിയതാണ്. അപ്പോ ഈ നക്ഷത്രക്കാർക്ക് 2ാമത്തെ രാശിയാധിപതിയായ ഗ്രഹം 6ാമത്തെ രാശിയിലും, അതായത് ഇപ്പൊ അറ്റ് പ്രസന്റ് ജൂൺ മാസം വരെ കുഴപ്പമില്ല, നല്ലതാണ്. എന്നാൽ ജൂൺ മാസം മുതലുള്ള കാലഘട്ടത്തെ നമ്മൾ ചിന്തിക്കുമ്പോൾ 6ാമത്തെ രാശിയിലാണ് 12ാം ഭാവത്തെ വീക്ഷിച്ചുകൊണ്ട് 2ാം ഭാവാധിപതി 12ാം ഭാവത്തിലോട്ട് വീക്ഷണം ഉണ്ടാവും. 12ാം ഭാവാധിപതി 2ാം ഭാവത്തിൽ നിൽക്കും. ഈ 12ാം ഭാവാധിപതിയെ 12ലോട്ടും 2ലോട്ടും 12ാം ഭാവാധിപതിയിലോട്ടും ഒക്കെ വ്യാഴ വീക്ഷണം വരികയൊക്കെ ചെയ്യുന്നു. അതിപ്പോൾ മൊത്തത്തിൽ നോക്കുമ്പോൾ എക്സ്പെൻസ് ആണ് അവിടെ കൂടുതലായിട്ട് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതുമാത്രമല്ല, ഈ ചിങ്ങം ജന്മരാശിക്കൂറുകാരെ പറഞ്ഞ പോലെ തന്നെ റിലേഷൻഷിപ്പ് ശ്രദ്ധിക്കേണ്ടതാണ്. റോങ് ഫൈനാൻഷ്യൽ ഡിസിഷൻസ് എടുക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ സന്താനങ്ങളുടെ വിഷയത്തിലായാലും ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. അപ്പൊ ഇതെല്ലാം നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് എന്ന് പറയാൻ പറ്റും. പ്രത്യേകിച്ച് നമ്മളെടുത്ത് ചിന്തിക്കേണ്ടത് ആവശ്യമില്ലാത്ത സാമ്പത്തിക ഉത്തരവാദിത്തങ്ങൾ നമ്മൾ എടുക്കരുത് എന്നുള്ളത്. അത് ചിലപ്പം കുടുംബത്തിനകത്ത് ആവശ്യമില്ലാത്ത ഒരു ദുരഭിമാനം കാരണം നമ്മൾ ആവശ്യമില്ലാത്ത സാമ്പത്തിക റെസ്പോൺസിബിലിറ്റീസ് നമ്മൾ ഏറ്റെടുത്തത് കൊണ്ട് വരുന്ന പ്രശ്നങ്ങളായിരിക്കാം. അതൊക്കെ നമ്മൾ എന്ത് എടുക്കണ്ട എന്നൊക്കെയുള്ളത് വളരെ ശ്രദ്ധിച്ചു മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അതുപോലെ തന്നെയാണ് നമ്മുടെ ഏറ്റവും വിലപ്പെട്ട ഒരു മനുഷ്യന് ഏറ്റവും വിലപ്പെട്ട കാര്യം ധനവും മാത്രമല്ല സമയം എന്ന് പറയുന്നതാണ്. അപ്പൊ ഈ സമയമായിരുന്നാലും നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സമയം സ്പെൻഡ് ചെയ്യുന്നത് അതും കുറയ്ക്കേണ്ടതാണ്. ഇപ്പോൾ ഫൈനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതുപോലെ കുട്ടികളുടെ വിദ്യാഭ്യാസപരമായിട്ടുള്ള വിഷയങ്ങളിലും ഉയർച്ചയുടെ വിഷയങ്ങളിലും നമ്മൾ ശ്രദ്ധ ഒരുപാട് കൊടുക്കേണ്ട ഒരു കാലഘട്ടം തന്നെയായിട്ട് പറയണം എന്നുള്ളതാണ്.
പിന്നെ അതുപോലെ ഇപ്പോൾ ഏഴര ശനിയുടെ ലാസ്റ്റ് ഫേസ് ആണെങ്കിലും ഏഴര ശനിയുടേതായ ദോഷഫലങ്ങൾ ഉണ്ടാകില്ല. കാരണം വ്യാഴവീക്ഷണമുള്ളത് അത് പൊതുവെ എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. ഏഴര ശനി, കണ്ടകശനി, അഷ്ടമശനിയോ ഉള്ള ആൾക്കാർക്കൊന്നും അതിന്റെ ദോഷഫലം ജൂൺ മാസം മുതൽ ഉണ്ടാവില്ല എന്ന് പറയാൻ പറ്റും. പിന്നെ ഈ ജന്മരാശിയിൽ തന്നെയാണ് രാഹു, 7ാം ഭാവത്തിൽ കേതും. അത് സ്പൗസുമായിട്ട് ഒരുപാട് ഭിന്നമായ അഭിപ്രായങ്ങൾ ഉണ്ടാവും. ഒരു ചില ഡിറ്റാച്ച്മെന്റ് ഫീൽ ചെയ്യും ഒക്കെ ചെയ്യാൻ സാധ്യതയാണ്. അത് കുറച്ച് നാളത്തേക്കേ ഉള്ളൂ അങ്ങനെ ഒരു പ്രശ്നം എന്ന് മനസ്സിലാക്കുക. എടുത്തു ചാടി തീരുമാനങ്ങൾ എടുക്കരുത് എന്നുള്ളതാണ്. ഒരു പക്ഷേ എന്തായിരിക്കാന്ന് വെച്ചാല് ഈ സ്പൗസിൽ നിന്ന് അകന്ന് നിൽക്കാനായിട്ടുള്ള സാധ്യത ഉണ്ടെന്ന് പറയാം. അതായത് ഇപ്പൊ ഒരു പക്ഷെ ദൂരദേശത്ത് ജോലി ട്രാൻസ്ഫർ ആയി പോവുകയാണ്, അല്ലെങ്കിൽ ജോലി കിട്ടി പോവുകയാണ്, അല്ലെങ്കിൽ വിദേശത്തോട്ട് പോവുകയാണ്, ഒറ്റയ്ക്ക് പോവുകയാണ്. അങ്ങനെയുള്ളൊരു ഭാഗ്യമുള്ളവരാണ്. കാരണം ഈ ഒരുപാട് കൂടെ നിന്ന് കൂടുതൽ പ്രശ്നങ്ങളാവാതെ അവർ ആ സമയത്ത് മാറി നിൽക്കുന്നത് എന്തുകൊണ്ട് നല്ലതായിട്ട് തന്നെ പറയണം എന്നുള്ളത്. അപ്പോൾ ഇതാണ് അവർക്കും തൊഴിൽപരമായിട്ട് ചിന്തിക്കുമ്പോൾ തൊഴിൽപരമായിട്ട് നല്ലതാണ് കേട്ടോ. കാരണം കർമ്മഭാവത്തിലോട്ട് വ്യാഴവീക്ഷണം വരുന്നുണ്ട്. അതായത് വൃശ്ചികം രാശിയിലോട്ട് പൊതുവേ തന്നെ കുംഭം ജന്മരാശി 3ാം ഭാവാധിപതിക്ക് കർമാധിപത്യം ഉണ്ടാവും. കർമ്മഭാവത്തിലോട്ട് 6ാം ഭാവത്തിലാണ് വ്യാഴം നിൽക്കുന്നതെങ്കിൽ കർമ്മഭാവത്തിലോട്ട് വ്യാഴവീക്ഷണം ഗവൺമെന്റ് ജോലി കിട്ടാനുള്ള സാധ്യത കുംഭം രാശിക്കാർക്ക്. എക്സ്പെൻസ് ഒക്കെ കൂടുതലായിട്ട് വരുമെങ്കിലും ഗവൺമെന്റ് ജോബ് കിട്ടാനുള്ള സാധ്യത ഉണ്ട്. ഈ ഗവൺമെന്റ് ജോബിന് വേണ്ടിയിട്ട് ടെസ്റ്റ് എഴുതുന്ന ആൾക്കാർ ദൂരദേശത്ത് ഇപ്പൊ ഡിസ്ട്രിക്ട് ചേഞ്ച് ചെയ്തിട്ടൊക്കെ എക്സാം എഴുതുന്നത് നല്ലതായിരിക്കും. ഒരു ലോങ് ഡിസ്റ്റൻസ് ട്രാവലും ഗവൺമെന്റ് ജോലിക്കുള്ള സാധ്യതകളും ഈ കാലഘട്ടത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുംഭം ജന്മരാശിക്കാർ ദൂരദേശത്തോട്ട് ജോലിക്ക് ശ്രമിക്കുന്നത് നല്ലതായിരിക്കും. അടുത്ത് മീനം രാശിയിലെ 2.25 നക്ഷത്രം. മീനം രാശിയിലെ 2.25 നക്ഷത്രം പൂരുട്ടാതി കാൽഭാഗം, ഉത്രട്ടാതി, രേവതി അടങ്ങിയതാണ്. മീനം ജന്മരാശിക്കാർക്ക് ഏറ്റവും തലവേദന പിടിച്ചൊരു സമയമാണ് നടക്കുന്നത്. പക്ഷെ അവിടെ വ്യാഴം പ്രൊട്ടക്ട് ചെയ്യണം. കാരണം ഏഴര ശനിയുടെ സെക്കൻഡ് ഫേസ് ആണ്. ജന്മരാശിയിലാണ് ശനി സഞ്ചരിക്കുന്നത്. അത് ശരിക്കും തലവേദന പിടിച്ചൊരു സമയമാണ്. അതായത് എന്താണ് ഈ കാലിന് ഫ്രാക്ചർ വരാനുള്ള സാധ്യതയുണ്ട്, വീഴ്ചകൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്, കാൽപാദത്തിന് പരിക്കുകൾ ഏൽക്കാനുള്ള സാധ്യതയുണ്ട്, ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്, കാലിന് നീര് വരാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള പല ബുദ്ധിമുട്ടുകളും, എക്സ്പെൻസ്, കടബാധ്യതകൾ കൂടാനുള്ള കാലഘട്ടമാണ്. ഇങ്ങനെയൊക്കെയാണ് അതിന്റെ ഒരു നെഗറ്റീവ് സൈഡ് നോക്കുകയാണെങ്കിൽ. പക്ഷെ അവിടെ ഈ ചന്ദ്രഭവനാധിപതിയായ ഗ്രഹം 4ാം ഭാവത്തിൽ നിന്ന് കർമ്മഭാവത്തെ വീക്ഷിക്കുന്നുണ്ട്. അതുപോലെ ഈ ഒരു അതുകൊണ്ട് തന്നെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന സമയം അവർക്ക് ജോലിക്ക് വേറെ തട്ടുകേടൊന്നും ഉണ്ടാവത്തില്ല. അതുപോലെ ജൂൺ മാസം കഴിയുമ്പോൾ 5ാം ഭാവത്തിലോട്ട് വ്യാഴം വരും. ജന്മരാശിയിലോട്ട് തന്നെ വ്യാഴം വീക്ഷണം വരുന്നു. അതായത് രാശിയാധിപതിയായ ഗ്രഹം ഉച്ചനായി ആ രാശിയെ തന്നെ വീക്ഷിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സമയം അവർക്ക് എന്തുകൊണ്ടും അനുകൂലമാണ്. കാരണം 5ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുകയും 11ാം ഭാവത്തെ വ്യാഴ വീക്ഷണം ഉണ്ടാവും. ആ രാശിയെ പ്രൊട്ടക്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഏഴര ശനിയുടെ ഒന്നും തീഷ്ണത അവർക്കുണ്ടാവില്ല. മാത്രമല്ല ഈ സമയത്ത് കരിയർ ഗ്രോത്തും പിന്നെ ഒരുപാട്, അതായത് ഒരു ലാർജ് സ്കെയിൽ ഓർഗനൈസേഷനുമായിട്ടോ വലിയൊരു നെറ്റ്വർക്ക് കണക്ഷൻ ഉണ്ടാവാനോ ഒക്കെയുള്ള സാധ്യതയാണ്. കൂടുതൽ അവർക്ക് അവരുടെ വളരെ പ്രൊഡക്റ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് കഴിയുന്ന സമയമാണ്. അപ്പൊ ഏഴര ശനി പക്ഷെ ആൾക്കാർക്ക് പല തെറ്റിദ്ധാരണകളൊന്നും ഏഴര ശനിയാണ്, ശനി ബാധിച്ചു എന്നൊക്കെ പറഞ്ഞ് നടക്കും. പക്ഷെ അങ്ങനെയൊന്നും അല്ല. ഈ സമയം കറണ്ട് പ്ലാനറ്ററി പൊസിഷൻ എന്തുകൊണ്ടും വളരെ നല്ലതാണ്. വളരെ പ്രൊഡക്റ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന സമയമാണ്. പക്ഷെ നമുക്ക് ഒരുപാട് ഓവർലോഡ് ആയിട്ടുള്ള വർക്ക് വരാം, അല്ലെങ്കിൽ ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുക്കേണ്ടി വരാം. അതുണ്ടാവുമായിരിക്കും. പക്ഷെ അല്ലാതെ അവർക്ക് വേറെ വലിയ പ്രശ്നങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങളായാലും ക്രമേണ മാറിക്കിട്ടുന്നത് തന്നെയാണ് ഈ രാശിക്കാർക്ക്. അതുപോലെ സന്താനങ്ങൾക്കായിരുന്നാലും കുടുംബത്തിലായാലും അതുപോലെ വീട് വെക്കാനായിരുന്നാലും ഒക്കെ, വീട്, വാഹനങ്ങൾ, അസറ്റുകൾ, ഓഫീസ് സ്പേസ്, ഇതെല്ലാം അമ്മയ്ക്ക് നല്ലതാണ്. അമ്മയുടെ ആരോഗ്യപരമായ കാര്യങ്ങളിൽ നല്ല തന്നെയാണ്. അമ്മയ്ക്കും ഗ്രോത്ത് ഉണ്ടാവുന്ന സമയമാണ്. അതുപോലെ 5ാം ഭാവത്തിലോട്ട് വ്യാഴം വരുമ്പോഴേക്കും അവരുടെ ക്രിയേറ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരുണ്ടാവുമല്ലോ. അതായത് ഇപ്പൊ സംഗീതജ്ഞന്മാരാവാം, ഡാൻസേഴ്സ് ആയിരിക്കാം, ആർട്ടിസ്റ്റുകളായിരിക്കാം. അവർക്കൊക്കെ വളരെ നല്ലതായിട്ട് തന്നെ പറയാം. 5ാം ഭാവം ക്രിയേറ്റീവ് ഇന്റലിജൻസ് അല്ലേ, ബുദ്ധിഭാവമാണല്ലോ. അപ്പോൾ അത് തൊഴിൽ ഭാവമായിട്ടും ഈ പറഞ്ഞ ജന്മരാശിയായിട്ടൊക്കെ കണക്ട് ചെയ്ത് വരുമ്പോൾ അവർക്ക് അങ്ങനെ ക്രിയേറ്റീവ് ഇന്റലിജൻസ് ഉള്ള ആൾക്കാർക്ക് കുറച്ചുകൂടെ നല്ല രീതിയിൽ അതിനെ കൊണ്ടുപോകാനായിട്ട് കഴിയുന്നതായ ഒരു സമയമായിട്ട് പറയാൻ പറ്റും.
അതുപോലെ അവരുടെ 6ാം ഭാവത്തിലാണ് കേതു നിൽക്കുന്നത്. ആ കേതുവിനെ കൊണ്ടും ദോഷം പറയാൻ പറ്റില്ല. ഉപജയഭാവത്തിലാണ് നിൽക്കുന്നത് എന്ന് പറയാൻ പറ്റും, ദോഷം പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ ശനിയെ കൊണ്ടും ദോഷം പറയാൻ പറ്റാത്തതായിട്ടുള്ള സമയമാണ്. അപ്പൊ മീനം ജന്മരാശിക്കുറുകാർക്ക് പൊതുവിൽ നല്ലത് തന്നെയാണ്. അപ്പോൾ ഏറ്റവും ഹെഡേക്ക് പിടിച്ച സമയം ഭഗവാനായിട്ട് പ്രൊട്ടക്ട് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു കാലഘട്ടമായിട്ട് തന്നെ അവർക്കും പറയാനായിട്ട് പറ്റും. നമ്മളിപ്പോ ഏകദേശം എല്ലാ കൂറുകളും പറഞ്ഞു. അപ്പൊ അതിനകത്ത് ഒന്ന് കൺക്ലൂഡ് ചെയ്ത് പറയുകയാണെങ്കിൽ ഏറ്റവും നല്ല ഗുണങ്ങൾ കിട്ടുന്ന ജാതകങ്ങൾ അല്ലെങ്കിൽ ആ രാശികൾ ഏതൊക്കെയാണ്? ഇപ്പൊ പറഞ്ഞ മീനം ജന്മരാശിക്കൂറുകാർക്ക് എപ്പോഴും ജോലി, സാമ്പത്തികം എന്നല്ലേ നമുക്ക് എപ്പോഴും വരുന്ന ആരോഗ്യം അല്ലേ? അത് നോക്കുകയാണെങ്കിൽ നിലവിലെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടും. തൊഴിൽപരമായ മീനം രാശിക്കാർക്ക് നല്ലതാണ്. കറണ്ട് പ്ലാനറ്ററി പൊസിഷൻ നല്ലതാണ്. അതുപോലെ മേടം രാശിക്കാർക്ക് പറയുകയാണെങ്കിലും അവർക്ക് നല്ല തന്നെയാണ്. അവർക്കും അസറ്റ് കാര്യങ്ങളെല്ലാം ഇപ്പൊ നിലവിലെ ബ്ലോക്കുകളെല്ലാം മാറിക്കിട്ടുന്ന സമയമാണ്. ഭാഗ്യം ആർക്ക് എന്ന് ചോദിച്ചാൽ വൃശ്ചികൻ രാശിക്കാർക്ക് നല്ലതാണ്. കാരണം ഭാഗ്യഭാവത്തിൽ വ്യാഴം ഉച്ചനായി നിൽക്കുന്നത് വൃശ്ചികൻ രാശിക്കാർക്കാണ് വരുന്നത്. അപ്പൊ ഈ ജൂൺ മാസം മുതലുള്ള സമയത്ത് വരും. പിന്നെ അതുപോലെ തന്നെ കന്നിരാശിക്കാർക്ക് 11ാം വ്യാഴത്തിൽ ഇരിക്കുന്ന ആൾക്കാരെ അവർക്ക് വളരെ നല്ലതാണ് എന്ന് പറഞ്ഞു. പിന്നെ വരുന്നത് മകരം രാശിക്കാർക്ക്. ഇവർക്കൊക്കെ വളരെ തലവേദന പിടിച്ച രാശികൾ നോക്കി കഴിഞ്ഞാലോ? ഏറ്റവും തലവേദന പിടിച്ച രാശികൾ എന്ന് പറയുമ്പോഴത്തേക്കും ഒന്ന് ഈ വൃശ്ചികൻ രാശി തന്നെയാണ്. വൃശ്ചികൻ രാശിയാണ്. പിന്നെ അടുത്ത ഇടവം രാശിക്കാർ. അത് തലവേദന എന്നുള്ളതല്ല, അവർക്ക് കൂടുതലും അവരുടെ പോലെ ഇപ്പൊ വൃശ്ചികൻ രാശിയുടെ ഞാൻ പലപ്പോഴും വൃശ്ചികൻ രാശിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. വൃശ്ചികൻ രാശിക്കാരെന്ന് വെച്ച് കഴിഞ്ഞാല് അവർക്ക് ഒരുപാട് കാലിബർ ഉള്ള ആൾക്കാരാണ്. അവർക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ പോലെ ഒരു ഷാർപ്പ് മൈൻഡഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഒരുപാട് മറ്റുള്ളവരുടെ പ്രോബ്ലംസ് സോൾവ് ചെയ്ത് കൊടുക്കാനും മറ്റുള്ളവർക്ക് ഉപദേശം കൊടുക്കാനും ഒക്കെ വളരെ നല്ലത് തന്നെയാണ്. പക്ഷെ അവരുടെ കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റാതിരിക്കുന്ന, അതായത് അതിന് ഹോരയിലെ തന്നെ പറയും ബാല്യകാലഘട്ടത്തിലെ രോഗപീഠ എന്ന് പറയും. രോഗം തന്നെ ആകണം എന്നില്ല, കാരണം ഈ ചന്ദ്രഭുവനാധിപതിക്ക് 6ാം ഭാവാധിപത്യം ഉള്ളത് കൊണ്ട് തന്നെ ആ ചന്ദ്രഭുവനാധിപതിക്ക് 6ാം ഭാവാധിപത്യമുള്ള 2 രാശികളാണ്, ഒന്ന് ഇടവവും ഒന്ന് വൃശ്ചികവും. അവർക്ക് എപ്പോഴും എന്തെങ്കിലും ഒരു ടൈപ്പ് സ്ട്രെസ്സും സ്ട്രഗിൾസും അവിടെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അങ്ങനത്തെ രാശികളാണ്. പിന്നെ ഫൈനാൻഷ്യൽ ഫ്ലക്ച്വേഷൻ ഉണ്ടാകുന്ന രാശികൾ എന്ന് പറയുന്നത് ഒന്ന് മേടവും ഒന്ന് കുംഭവും പിന്നെ മകരവും. മകരം ഫൈനാൻഷ്യൽ ഫ്ലക്ച്വേഷൻ ഉണ്ടെങ്കിലും അവർ പിടിച്ച് നിന്ന് പോകുന്നവരാണ്. എന്താണെങ്കിലും ഒരുപാട് നന്ദി.